കുറിച്യർ കലാപം. ബ്രിട്ടീഷുകാരുടെ ചൂഷണത്തിനെതിരെ നടന്ന ഒരു ഗോത്ര കലാപമാണ് വയനാട്ടിലെ കുറിച്യർ കലാപം. വയനാട്ടിലെ ഗോത്ര ജനതയായ കുറിച്യരും കുറുമ്പരുമാണ് കലാപം നടത്തിയത്. 1812 നടന്ന ഈ കലാപത്തിന്റെ കാരണങ്ങൾ പറയാം. ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തിയത്, നികുതി പണമായി അടയ്ക്കാൻ നിർബന്ധിച്ചത്, നികുതി അടയ്ക്കാൻ കഴിയാത്തവരുടെ കൃഷിഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തത്. കുറിച്യർ കലാപത്തിന് നേതൃത്വം നൽകിയത് രാമനമ്പി ആയിരുന്നു. കുറിച്യർ കലാപത്തിന്റെ മുദ്രാവാക്യം വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക. ഈ കലാപം ബ്രിട്ടീഷുകാർ അടിച്ചമർത്തിയത് 1812 മെയ് 8-നാകുന്നു. കുറിച്യർ കലാപം ബ്രിട്ടീഷുകാർ നേരിട്ട കലാപങ്ങളിൽ ഏറ്റവും ശക്തമായ കലാപമായിരുന്നു. കുറിച്യർ കലാപം അടിച്ചമർത്തുവാൻ നേതൃത്വം കൊടുത്ത ബ്രിട്ടീഷ് സൈന്യാധിപനായിരുന്നു ടി.എച്ച്. ബേബർ. ടി.എച്ച്. ബേബറുടെ വാക്കുകൾ നമുക്കൊന്ന് നോക്കാം. ഒരു മാസം കൂടി പിടിച്ചു നിൽക്കുവാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നുവെങ്കിൽ മലബാർ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെ എന്നാണ് ടി.എച്ച്. ബേബർ പറഞ്ഞത്. കുറിച്യരുടെ ആക്രമണമുറ ഒളിപ്പോര് ആയിരുന്നു. ചാനാർ ലഹള. ചാനാർ ലഹളയെ മേൽമുണ്ട് സമരം, മാറുമറയ്ക്കൽ സമരം, ഉടുമുണ്ട് സമരം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു. ചാനാർ ലഹള നടത്തിയ സമുദായത്തിന്റെ പേരാകുന്നു നാടാർ. നാടാർ സമുദായക്കാരെയാണ് ചാനാർ എന്ന് പറയുന്നത്. ചാനാർ ലഹള 37 വർഷത്തോളമാണ് നീണ്ടുനിന്നത്. 1822 തുടങ്ങിയ ചാനാർ ലഹള 1859 വരെയാണ് നീണ്ടുനിന്നത്. ചാനാർ ലഹളയ്ക്ക് നേതൃത്വം നൽകിയ നവോത്ഥാന നായകനായിരുന്നു വൈകുണ്ഠസ്വാമികൾ. എന്നാൽ 1915 മുതൽ 1916 കാലഘട്ടത്തിൽ നടന്ന ചാനാർ ലഹളയ്ക്ക് അയ്യങ്കാളിയും നേതൃത്വം നൽകിയിട്ടുണ്ട്. ഇനി ഈ ചാനാർ ലഹളയെക്കുറിച്ച് നമുക്ക് കുറച്ചുകൂടി ഡീപ്പായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാം. അതായത് കേരളത്തിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മുതൽ, ഏകദേശം 9-ാം നൂറ്റാണ്ട് മുതൽ 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിക്ക് മുമ്പ് വരെ നിലനിന്നിരുന്ന അനാചാരമാണ് ജാതി വ്യത്യാസത്തിന്റെ കാരണത്താൽ മേൽമുണ്ട് ധരിക്കുവാനുള്ള അവകാശ നിഷേധം. അതുകൊണ്ട് തന്നെ ഇത്തരം ജാതി വ്യവസ്ഥ അനുസരിച്ചുള്ള ഈ അനാചാരം നിർത്തലാക്കുന്നതിനു വേണ്ടി മേൽമുണ്ട് സമരം ശക്തി പ്രാപിച്ചത് 19-ാം നൂറ്റാണ്ടിലാണ്. അതായത് 1880-കളിലാണ് മേൽമുണ്ട് സമരം ശക്തി പ്രാപിച്ചത്. 1822 മുതൽ 1859 വരെ നീണ്ടുനിന്ന ഈ ചാനാർ ലഹളയ്ക്ക്, ചാനാർ ലഹള എന്ന് പറഞ്ഞാൽ മേൽമുണ്ട് സമരത്തിന് പ്രധാന കാരണമായത് 1813 തിരുവിതാംകൂർ ദിവാനായിരുന്ന, അതായത് തിരുവിതാംകൂറിന്റെ ചീഫ് മിനിസ്റ്റർ ആയിരുന്ന കേണൽ മൺറോ ക്രിസ്തുമതം സ്വീകരിച്ചു വരുന്ന സ്ത്രീകൾക്ക് മേൽമുണ്ട് ധരിക്കുവാനുള്ള അവകാശം കൊടുത്തു. ഈ ഒരു കാര്യം ജനങ്ങളിൽ വൻ പ്രക്ഷോഭമുണ്ടാക്കി. അതുകാരണത്താൽ 1822 മുതൽ 1859 വരെ മേൽമുണ്ട് സമരം, അതായത് ചാനാർ കലാപം നടക്കുന്നു. ഈ ഒരു ചാനാർ സമരത്തിന് നേതൃത്വം നൽകിയ നവോത്ഥാന നായകനായിരുന്നു വൈകുണ്ഠസ്വാമികൾ. 37 വർഷങ്ങൾ നീണ്ട ചാനാർ സമരത്തിന് ശേഷം 1859 അന്നത്തെ മദ്രാസ് ഗവർണറായിരുന്ന ചാൾസ് ട്രവലിയന്റെ നിർബന്ധപ്രകാരം 1859 ജൂലൈ 26-ന് അന്നത്തെ തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന ഉത്തരം തിരുനാൾ മേൽമുണ്ട് ധരിക്കുവാനുള്ള അവകാശ പ്രഖ്യാപനം പുറപ്പെടുവിച്ചു. പണ്ടാരപ്പാട്ട വിളംബരം അഥവാ ജന്മിക്കുടിയാൻ വിളംബരം. 1865 തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന ആയില്യം തിരുനാളിന്റെ കാലത്താണ് പണ്ടാരപ്പാട്ട വിളംബരം നടന്നത്. പണ്ടാരവക എന്ന് പറഞ്ഞാൽ സർക്കാർ വക ഭൂമി എന്നാണ് അർത്ഥം. സർക്കാർ വക ഭൂമി പാട്ടത്തിന് കിട്ടി കൈവശം വെച്ചിരുന്ന ആളുകൾക്ക് ഉടമസ്ഥാവകാശവും കൈമാറ്റാവകാശവും പിന്തുടർച്ചാവകാശവും കൊടുത്ത സർക്കാർ വിളംബരത്തെ ആണ് പണ്ടാരപ്പാട്ട വിളംബരം എന്ന് പറയുന്നത്. പണ്ടാരപ്പാട്ട വിളംബരത്തെ ജന്മികുടിയാൻ വിളംബരം എന്നും പറയുന്നു. ജന്മികുടിയാൻ വിളംബരം എന്ന് പറഞ്ഞാൽ വസ്തു എന്ന് പറയുന്നത് ഭൂമിയാകുന്നു. ഭൂമിയിൽ കുടിയാൻ എന്ന് പറഞ്ഞാൽ കൃഷി ഉടമയ്ക്കുള്ള അവകാശത്തിന് സ്ഥിരത നൽകിയ നിയമമാകുന്നു ജന്മികുടിയാൻ വിളംബരം. ഈ പണ്ടാരപ്പാട്ട വിളംബരത്തെ, അതായത് ജന്മികുടിയാൻ വിളംബരത്തെ കർഷകരുടെ മാഗ്നാർ കാർട്ട എന്നും തിരുവിതാംകൂറിലെ മാഗ്നാർ കാർട്ട എന്നും പറയുന്നു. 1867-ലാണ് ഈ പണ്ടാരപ്പാട്ട വിളംബരം സ്ഥിരതപ്പെടുത്തിയത്. ഓക്കെ, ജന്മികുടിയാൻ വിളംബരം അഥവാ പണ്ടാരപ്പാട്ട വിളംബരം സ്ഥിരതപ്പെടുത്തിയത് 1867-ലാണ്. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, തിരുവിതാംകൂറിലെ മാഗ്നാർ കാർട്ട എന്ന് പറയുന്നത് പണ്ടാരപ്പാട്ട വിളംബരമാകുന്നു. ആധുനിക തിരുവിതാംകൂറിലെ മാഗ്നാർ കാർട്ട എന്ന് പറയുന്നത് ക്ഷേത്രപ്രവേശന വിളംബരമാകുന്നു. അത് മാറിപ്പോകാതെ പഠിച്ചു വയ്ക്കണം. ആധുനിക തിരുവിതാംകൂറിലെ മാഗ്നാർ കാർട്ട എന്ന് പറയുന്നത് ക്ഷേത്രപ്രവേശന വിളംബരവും തിരുവിതാംകൂറിലെ മാഗ്നാർ കാർട്ട എന്ന് പറയുന്നത് പണ്ടാരപ്പാട്ട വിളംബരവുമാകുന്നു. ഇനി ഒരു ശരിക്കുള്ളൊരു ഫാക്ട് പറയാം. അതായത് ശരിക്കും പറഞ്ഞാൽ പണ്ടാരപ്പാട്ട വിളംബരത്തെ കർഷകരുടെ മാഗ്നാർ കാർട്ട എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അന്ന് കൃഷിഭൂമി പാട്ടത്തിനെടുത്തിരുന്നത് നാട്ടുജന്മിമാരായിരുന്നു. അവിടെ ജോലി ചെയ്തിരുന്നത് പാവപ്പെട്ട കർഷകരും. പണ്ടാരപ്പാട്ട വിളംബരത്തിലൂടെ ഭൂമി സ്വന്തമാക്കിയത് കർഷകരായിരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ നാട്ടുജന്മിമാർ തന്നെയായിരുന്നു ആ ഭൂമി കൈവശമാക്കിയത്. പണ്ടാരപ്പാട്ട വിളംബരത്തിലൂടെ ഭൂമി സ്വന്തമാക്കിയത് കർഷകരായിരുന്നില്ല. ഭൂമി സ്വന്തമാക്കിയത് ആരായിരുന്നു? ആ നാട്ടുജന്മിമാർ തന്നെയായിരുന്നു. സർക്കാർ വക ഭൂമി പാട്ടത്തിനെടുത്ത് കർഷകരെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ചിരുന്ന നാട്ടുജന്മിമാർക്ക് തന്നെയായിരുന്നു ഈ പണ്ടാരപ്പാട്ട വിളംബരം കൊണ്ട് ഗുണമുണ്ടായത്. കാരണം അവർക്ക് ആ ഭൂമി സ്വന്തമായിട്ട് കിട്ടി. പിന്നെ പരീക്ഷയ്ക്ക് പഠിക്കുമ്പോൾ പണ്ടാരപ്പാട്ട വിളംബരത്തെ കർഷകരുടെ മാഗ്നാർ കാർട്ട എന്നും തിരുവിതാംകൂറിന്റെ മാഗ്നാർ കാർട്ട എന്നും പഠിക്കുക. ഓക്കെ. മലയാളി മെമ്മോറിയൽ. സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ടുകൊണ്ട് 1890-കളിൽ നടത്തിയ പ്രക്ഷോഭമാണ് മലയാളി മെമ്മോറിയൽ. 1890-കളിലാണ് ഈ പ്രക്ഷോഭം അരങ്ങേറിയത്.
രാമയ്യൻ ദളവയുടെ കാലം തൊട്ട്, അതായത് 1740 കാലഘട്ടം മുതൽ ആരംഭിച്ചതായിരുന്നു തിരുവിതാംകൂറിലെ സർക്കാർ ഉദ്യോഗങ്ങളിലേക്ക് തമിഴ് ബ്രാഹ്മണരുടെ ഇരച്ചുകയറ്റം. ഇതിനെതിരെ തിരുവിതാംകൂറിൽ സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ ഈ മലയാളി മെമ്മോറിയൽ എന്ന പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത് കേരള നവോത്ഥാന നായകരിൽ പ്രധാനിയായ GP പിള്ളയായിരുന്നു. ഈ സമരത്തിന്റെ മുദ്രാവാക്യം തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്ക് എന്നതായിരുന്നു. 10,028 ആളുകളുടെ ഒപ്പുകൾ ശേഖരിച്ച് 1891 ജനുവരി 1 അന്നത്തെ തിരുവിതാംകൂർ രാജാവായിരുന്ന ശ്രീമൂലം തിരുനാളിന് മലയാളി മെമ്മോറിയൽ എന്ന നിവേദനം സമർപ്പിച്ചു. മലയാളി മെമ്മോറിയലിൽ ആദ്യം ഒപ്പുവെച്ച 3 പേരാകുന്നു: ആദ്യത്തേത് KP ശങ്കരമേനോൻ, രണ്ടാമത്തേത് GP പിള്ള, 3 ഡോക്ടർ പൽപ്പു. ഈ മലയാളി മെമ്മോറിയൽ നിവേദനം എഴുതി തയ്യാറാക്കിയത് CV രാമൻ പിള്ളയായിരുന്നു. ആ സമയത്തെ തിരുവിതാംകൂർ ദിവാന്റെ പേരാകുന്നു T രാമറാവു. ദിവാൻ എന്ന് പറയുമ്പോൾ ചീഫ് മിനിസ്റ്റർ എന്നുള്ള മീനിങ് ആണ്. ആ സമയത്തെ തിരുവിതാംകൂർ ദിവാനാകുന്നു T രാമറാവു. ആ സമയത്തെ തിരുവിതാംകൂർ ഭരണാധികാരി അല്ലെങ്കിൽ ആ സമയത്തെ തിരുവിതാംകൂർ രാജാവായിരുന്നു ശ്രീമൂലം തിരുനാൾ. ഈഴവ മെമ്മോറിയൽ. ഈഴവർ അനുഭവിക്കുന്ന അവഗണനയ്ക്കെതിരെ ഡോക്ടർ പൽപ്പുവിന്റെ നേതൃത്വത്തിൽ 1896 സെപ്റ്റംബർ 3 13,176 പേർ ഒപ്പുവെച്ച നിവേദനം അന്നത്തെ തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന ശ്രീമൂലം തിരുനാളിന് സമർപ്പിച്ചതാകുന്നു ഈഴവ മെമ്മോറിയൽ. ആ സമയത്തെ തിരുവിതാംകൂർ ദിവാൻ, അതായത് ആ സമയത്തെ തിരുവിതാംകൂർ ചീഫ് മിനിസ്റ്റർ ആയിരുന്നു ദിവാൻ ശങ്കര സുബ്ബയ്യർ. രണ്ടാം ഈഴവ മെമ്മോറിയൽ. രണ്ടാം ഈഴവ മെമ്മോറിയൽ 1900 കാഴ്സൺ പ്രഭു തിരുവിതാംകൂർ സന്ദർശിച്ച സമയത്ത് സമർപ്പിച്ചു. 1896 ശ്രീമൂലം തിരുനാളിന് സമർപ്പിച്ച ഈഴവ മെമ്മോറിയൽ കൊണ്ട് യാതൊരു ഗുണവും ഉണ്ടാകാത്തതുകൊണ്ടാണ് രണ്ടാം ഈഴവ മെമ്മോറിയൽ കാഴ്സൺ പ്രഭുവിന് സമർപ്പിച്ചത്. എന്നാൽ കാഴ്സൺ പ്രഭുവിന് സമർപ്പിച്ച രണ്ടാം ഈഴവ മെമ്മോറിയൽ കൊണ്ടും പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടായില്ല. തളിക്ഷേത്ര സമരം. കോഴിക്കോട് ധാരാളമായി കാണപ്പെടുന്ന ക്ഷേത്രവര സമുച്ചയങ്ങളാണ് തളിക്ഷേത്രങ്ങൾ. ഈ ക്ഷേത്രങ്ങളിലേക്കുള്ള റോഡുകളിലൂടെ വഴി നടക്കുവാനുള്ള സ്വാതന്ത്ര്യത്തിനു വേണ്ടി നടക്കുന്ന സമരമാണ് തളിക്ഷേത്ര സമരം അഥവാ തളി റോഡ് സമരം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 1917 C കൃഷ്ണൻ, KP കേശവമേനോൻ, മഞ്ചേരി രാമയ്യർ എന്നിവരാണ് ഈ തളിക്ഷേത്ര സമരത്തിന് നേതൃത്വം നൽകിയവർ. പൗരസമത്വവാദ പ്രക്ഷോഭണം. തിരുവിതാംകൂറിലെ എല്ലാ ജനങ്ങൾക്കും ജാതിഭേദമന്യേ സമത്വം നേടിക്കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് 1919 മുതൽ 1922 വരെയുള്ള കാലഘട്ടങ്ങളിൽ നടത്തിയ സമരമായിരുന്നു പൗരസമത്വവാദ പ്രക്ഷോഭണം. അതായത് തിരുവിതാംകൂറിലെ എല്ലാ ജനങ്ങൾക്കും ജാതിഭേദമന്യേ സമത്വം നേടിക്കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് 1919 മുതൽ 1922 വരെയുള്ള കാലഘട്ടങ്ങളിൽ നടത്തിയ സമരമായിരുന്നു പൗരസമത്വവാദ പ്രക്ഷോഭണം. ഈ സമരത്തിന് നേതൃത്വം നൽകിയത് AJ ജോൺ, TK മാധവൻ എന്നിവരായിരുന്നു. മലബാറിലെ കോൺഗ്രസ് സമ്മേളനങ്ങൾ. 1920 വരെ കേരളം എന്ന സംസ്ഥാനത്തിന് മൊത്തമായുള്ള കോൺഗ്രസ് സമ്മേളനം ഇല്ലായിരുന്നു. അന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കൂടുതൽ സ്ട്രോങ് ആയിരുന്നത് മലബാറിലായിരുന്നു. അതിന് കാരണം എന്തെന്നാൽ തിരുവിതാംകൂറും കൊച്ചിയും രാജഭരണത്തിന് കീഴിലായിരുന്നു. അവിടെ രാജാവിന്റെ പരിഷ്കാരങ്ങൾ നോക്കിയാൽ മതിയായിരുന്നു. എന്നാൽ മലബാർ മദ്രാസ് പ്രസിഡൻസിക്ക് കീഴിലായതുകൊണ്ട് തന്നെ മലബാറിൽ ബ്രിട്ടീഷ് ഭരണമായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് മലബാറിൽ ബ്രിട്ടീഷുകാർക്കെതിരെയായിരുന്നു പ്രതിഷേധം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മലബാറിൽ കൂടുതൽ സ്ട്രോങ് ആയി മാറി. അതിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഭാഗമായി മലബാറിൽ നടന്ന കോൺഗ്രസ് സമ്മേളനങ്ങളെ നമ്മൾ നോക്കുകയാണെങ്കിൽ 5 മലബാർ കോൺഗ്രസ് സമ്മേളനങ്ങളാണ് മൊത്തത്തിൽ നടന്നത്. അതിൽ ഒന്നാം മലബാർ കോൺഗ്രസ് സമ്മേളനം എന്ന് പറയുന്നത് 1916 പാലക്കാട് വെച്ചായിരുന്നു. ഒന്നാം മലബാർ കോൺഗ്രസ് സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചത് ആനി ബെസന്റ് ആയിരുന്നു. രണ്ടാം മലബാർ കോൺഗ്രസ് സമ്മേളനം 1917 കോഴിക്കോട് വെച്ചായിരുന്നു. അതിന് അധ്യക്ഷത വഹിച്ചത് CP രാമസ്വാമി അയ്യർ. മൂന്നാം മലബാർ കോൺഗ്രസ് സമ്മേളനം 1918 അത് തലശ്ശേരിയിൽ വെച്ചാണ് നടന്നത്. അതിന് അധ്യക്ഷത വഹിച്ചത് ആസാദ് അലി ഖാൻ ബഹദൂർ ആയിരുന്നു. നാലാം മലബാർ കോൺഗ്രസ് സമ്മേളനം നടന്ന വർഷം 1919 വടകരയിൽ വെച്ചായിരുന്നു. വടകരയിൽ വെച്ചുള്ള നാലാം മലബാർ കോൺഗ്രസ് സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചത് P രാമൻ മേനോൻ ആയിരുന്നു. അഞ്ചാം മലബാർ കോൺഗ്രസ് സമ്മേളനം നടന്നത് 1920 സ്ഥലം മഞ്ചേരി. മഞ്ചേരിയിൽ 1920 നടന്ന 5ാം കോൺഗ്രസ് സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചത് കസ്തൂരി രംഗ അയ്യങ്കാർ ആയിരുന്നു. മലബാർ കലാപം. മലബാറിൽ കൂടുതലും മുസ്ലിംസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. മലബാറിലുള്ള മുസ്ലിംസിനെ കോമണായി വിളിക്കുന്ന പേരാകുന്നു മാപ്പിളമാർ. ഈ മലബാറിലെ മാപ്പിളമാരായിട്ടുള്ള കർഷകർ അവർക്കെതിരെ ഉയർന്ന നികുതി ചുമത്തിയിരുന്ന നാട്ടുജന്മിമാരുമായി എപ്പോഴും തർക്കങ്ങളും അടിപിടികളും ഉണ്ടാകൽ പതിവായിരുന്നു. കാരണം ഈ നാട്ടുജന്മിമാർക്കായിരുന്നു ബ്രിട്ടീഷുകാർ നികുതി പിരിക്കുന്നതിനുള്ള അവകാശം കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇവരുടെ ഉയർന്ന തോതിലുള്ള നികുതി പിരിവ് മലബാറിലെ മാപ്പിള കർഷകരുടെ ജീവിതത്തെ ബുദ്ധിമുട്ടിലാക്കിയിരുന്നു. അതുകാരണം ഉണ്ടായിരുന്ന തർക്കങ്ങളും അടിപിടികളും 1837 കാലഘട്ടങ്ങളായപ്പോഴേക്കും അത് കലാപങ്ങളായി മാറിയിരുന്നു. ഇങ്ങനെ
ഇങ്ങനെ 1837 മുതൽ 1852 വരെയുള്ള കാലഘട്ടങ്ങളിൽ ഒട്ടനവധി കാർഷിക കലാപങ്ങൾ മലബാറിൽ പൊട്ടിപ്പുറപ്പെട്ടു. അവയെ മാപ്പിള കലാപങ്ങൾ എന്ന് പറയുന്നു. ഇങ്ങനെ വന്ന് 1921 മുമ്പായി ഏകദേശം 40ഓളം മാപ്പിള കർഷക കലാപങ്ങൾ മലബാറിൽ നടന്നിട്ടുണ്ടായിരുന്നു. ഇതിന്റെ എല്ലാം കലാശക്കൊട്ട് എന്നോണം മലബാറിൽ 1921 നടന്ന മാപ്പിള കർഷക കലാപത്തെയാണ് മലബാർ കലാപം എന്ന് പറയുന്നത്. 1837 മുതൽ 1852 വരെ നടന്ന മാപ്പിള കർഷക കലാപങ്ങളെക്കുറിച്ച് അന്വേഷിക്കുവാനായി 1852 ചുമതലപ്പെടുത്തിയ ബ്രിട്ടീഷ് സ്പെഷ്യൽ കമ്മീഷണർ ആയിരുന്നു TL സ്ട്രെയിഞ്ച്. ഈ അന്വേഷണ കാലഘട്ടത്തിൽ, അതായത് 1855 മലബാർ കർഷക കലാപവുമായി ബന്ധപ്പെട്ട് കൊല്ലപ്പെട്ട ബ്രിട്ടീഷ് ഓഫീസറായിരുന്നു HV കനോലി. പിന്നീട് 26 വർഷങ്ങൾക്ക് ശേഷം, അതായത് 1881 മലബാർ കർഷക കലാപങ്ങളെക്കുറിച്ച് അന്വേഷിക്കുവാനായി ചുമതലപ്പെടുത്തിയ കമ്മീഷന് നേതൃത്വം നൽകിയത് അന്നത്തെ മലബാർ കളക്ടറായിരുന്ന വില്യം ലോഗൻ ആയിരുന്നു. മാപ്പിള കലഹങ്ങളുടെ, അതായത് മാപ്പിള കലാപങ്ങളുടെ അടിസ്ഥാന കാരണം ജന്മിത്വവുമായി ബന്ധപ്പെട്ട കാർഷിക പ്രശ്നങ്ങളാണെന്ന് വില്യം ലോഗൻ ചൂണ്ടിക്കാട്ടി. അതിനുശേഷം, അതായത് 1887 വില്യം ലോഗനും അന്നത്തെ മലബാർ കളക്ടർ ഓഫീസിലെ ഹെഡ് ക്ലർക്കുമായിരുന്ന O ചന്തുമേനോന്റെ സഹായത്തോടെ മലബാറിനെ കുറിച്ചുള്ള സമഗ്രമായ ഒരു റിപ്പോർട്ട് വില്യം ലോഗൻ തയ്യാറാക്കി. അതിന്റെ പേരാകുന്നു മലബാർ മാനുവൽ. മലബാറിനെ കുറിച്ചുള്ള ആദ്യത്തെ സമഗ്രമായ റിപ്പോർട്ട് തയ്യാറാക്കിയത് 1887 വില്യം ലോഗനാണ്. ആ റിപ്പോർട്ടിന്റെ പേരാകുന്നു മലബാർ മാനുവൽ. അത് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് വില്യം ലോഗനെ 1887 സഹായിച്ച ഹെഡ് ക്ലർക്കാകുന്നു O ചന്തുമേനോൻ. മാപ്പിള കർഷക കലാപത്തെ പിന്തുണച്ച AK പിള്ളയുടെ പത്രമായിരുന്നു സ്വരാജ്. ഇനി നമുക്ക് പൂക്കോട്ടൂർ യുദ്ധം, അതായത് പൂക്കോട്ടൂർ കലാപം എന്താണെന്ന് നോക്കാം. 1921 പൂക്കോട്ടൂർ കലാപം നടക്കുന്നത്. അപ്പോൾ അതിന്റെ റീസണിലേക്ക് നമുക്കൊന്ന് പോകാം. അതായത് അന്നത്തെ ഖിലാഫത്ത് കമ്മിറ്റിയുടെ പ്രാദേശിക സെക്രട്ടറി ആയിരുന്ന, അന്നത്തെ എന്ന് പറയുമ്പോൾ 1920 കാലഘട്ടങ്ങളിലെ ഖിലാഫത്ത് കമ്മിറ്റിയുടെ പ്രാദേശിക സെക്രട്ടറി ആയിരുന്ന വടക്കേ വീട്ടിൽ മുഹമ്മദിനെ മോഷണക്കുറ്റത്തിന് അറസ്റ്റ് ചെയ്തു എന്നുള്ളൊരു അഭ്യൂഹം പരന്നു. വടക്കേ വീട്ടിൽ മുഹമ്മദിനെ മോഷണക്കുറ്റത്തിന് അറസ്റ്റ് ചെയ്തു എന്നൊരു റൂമർ നാടാകെ പ്രചരിച്ചു. അതിനെ തുടർന്നുണ്ടായ പ്രതിഷേധം ഒരു കലാപമായി മാറി. ആ കലാപത്തെ തുടർന്ന് 100ഓളം ആളുകൾ കൊല്ലപ്പെട്ട സംഭവത്തെയാണ് പൂക്കോട്ടൂർ കലാപം അല്ലെങ്കിൽ പൂക്കോട്ടൂർ യുദ്ധം എന്ന് പറയുന്നത്. ഈ പൂക്കോട്ടൂർ കലാപമാണ് 1921 മലബാർ കലാപത്തിന്റെ തുടക്കം. ഈ പൂക്കോട്ടൂർ കലാപത്തിന് നേതൃത്വം നൽകിയത് ആലി മുസ്ലിയാർ ആയിരുന്നു. കൂടെ വാര്യൻ കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയും സീതി കോയ തങ്ങൾ എന്നിവരും ഉണ്ടായിരുന്നു. കലാപത്തിന്റെ അവസാനം ഖിലാഫത്ത് ഗവൺമെന്റിന്റെ തലവനായി ആലി മുസ്ലിയാർ അവരോധിക്കപ്പെട്ടു. അപ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, 1921 മലബാർ കലാപത്തിന്റെ തുടക്കം എന്ന് പറയുന്നത്, മലബാർ കലാപത്തിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് പൂക്കോട്ടൂർ കലാപമാണ്. 1921 മലബാർ കലാപത്തിന്റെ തുടക്കം, ആ മലബാർ കലാപത്തിന്റെ തുടക്കം എന്ന് പറയുന്നത് എന്താകുന്നു? പൂക്കോട്ടൂർ കലാപം അല്ലെങ്കിൽ പൂക്കോട്ടൂർ യുദ്ധത്തിലൂടെയാണ് 1921 മലബാർ കലാപത്തിന്റെ തുടക്കം. മലബാർ കലാപം എന്ന പുസ്തകം രചിച്ചത് K മാധവൻ നായർ. മലബാർ കലാപത്തെ പശ്ചാത്തലമാക്കി കുമാരനാശാൻ രചിച്ച കൃതിയാകുന്നു ദുരവസ്ഥ. മലബാർ കലാപത്തെ അടിസ്ഥാനമാക്കി IV ശശി സംവിധാനം ചെയ്ത സിനിമയാകുന്നു 1921. മലബാർ കലാപം പശ്ചാത്തലമാക്കിയ ഉറൂബിന്റെ കൃതിയാകുന്നു സുന്ദരികളും സുന്ദരന്മാരും. ഖിലാഫത്ത് സ്മരണകൾ എന്ന പുസ്തകം രചിച്ചത് M ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട്. വാഗൺ ട്രാജഡി. മലബാർ കലാപത്തിന്റെ തുടർച്ചയായി നടന്ന തീവണ്ടി ദുരന്തമാകുന്നു വാഗൺ ട്രാജഡി. വാഗൺ ട്രാജഡി നടന്നത് 1921 നവംബർ 10 100-ലധികം വരുന്ന മലബാർ കലാപകാരികളെ ഒരു ഗുഡ്സ് വാഗണിൽ നിറച്ച് മലപ്പുറത്തുള്ള തിരൂരിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോകുന്ന വഴി 72 പേർ ശ്വാസം മുട്ടി മരിച്ച സംഭവമാകുന്നു വാഗൺ ട്രാജഡി. വാഗൺ ട്രാജഡി റിപ്പോർട്ട് ചെയ്ത കോയമ്പത്തൂരിനടുത്തുള്ള റെയിൽവേ സ്റ്റേഷനാകുന്നു പോത്തന്നൂർ റെയിൽവേ സ്റ്റേഷൻ. 100-ലധികം വരുന്ന മലബാർ കലാപകാരികളെ കോയമ്പത്തൂരിലേക്ക് ഒരു ഗുഡ്സ് വാഗണിൽ കുത്തി നിറച്ച് കൊണ്ടുപോകുന്നതിന് നേതൃത്വം നൽകിയ ബ്രിട്ടീഷുകാരനാകുന്നു TS ഹിച്ച്കോക്ക്. ദ ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ എന്ന വാഗൺ ദുരന്തത്തെ വിശേഷിപ്പിച്ച ചരിത്രകാരനാകുന്നു സുമിത് സർക്കാർ. വാഗൺ ട്രാജഡി നടന്ന ഗുഡ്സ് വാഗണിന്റെ നമ്പർ MSM LV 1711. വാഗൺ ട്രാജഡി അന്വേഷിച്ച കമ്മീഷനാകുന്നു AR നെയ്പ് കമ്മീഷൻ. വാഗൺ ട്രാജഡി മെമ്മോറിയൽ ഹാൾ തിരൂരാകുന്നു. മലബാർ കലാപവുമായി സംബന്ധിച്ച കുറച്ച് ചോദ്യങ്ങൾ കൂടി പറയാം. 1921 മലബാർ കലാപത്തിൽ ബ്രിട്ടീഷ് പോലീസിനെതിരെ ശക്തമായി പോരാടിയ വനിത കമ്മത്ത് ചിന്നമ്മ. മലബാർ കലാപം വ്യാപിച്ചിരുന്ന താലൂക്കുകൾ ഏവ? ഏറനാട്, വെള്ളുവനാട്, പൊന്നാനി, കോഴിക്കോട് താലൂക്കുകളിലായിട്ടാണ് മലബാർ കലാപം വ്യാപിച്ചിരുന്നത്. മലബാർ കലാപത്തെ കർഷക കലാപമായിട്ടും വർഗീയ കലാപമായിട്ടും വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട്. KPCC കോൺഫറൻസസ്, അതായത് KPCC സമ്മേളനങ്ങൾ. KPCCയുടെ ഫുൾ ഫോം ആകുന്നു കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി, അല്ലെങ്കിൽ കേരള പ്രൊവിൻസ് കോൺഗ്രസ് കമ്മിറ്റി എന്നോ കേരള സ്റ്റേറ്റ് കോൺഗ്രസ് കമ്മിറ്റി എന്നോ നമുക്ക് പറയാവുന്നതാണ്. 1920 മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ എടുത്ത തീരുമാനങ്ങളിൽ ഒന്നായിരുന്നു ഭാഷാടിസ്ഥാനത്തിൽ പ്രാദേശിക കമ്മിറ്റികൾ രൂപീകരിക്കുക എന്നത്. അതായത് ഒരേ ഭാഷ സംസാരിക്കുന്നവർക്കിടയിൽ മൊത്തത്തിലായി ഒരു കോൺഗ്രസ് സമ്മേളനം മതി. അതായത് നമുക്കറിയാം, പ്രീ ഇൻഡിപെൻഡന്റ് ഇന്ത്യയിൽ നമ്മുടെ ഇന്ത്യയിലെ ഓരോ സ്റ്റേറ്റുകളും പല നാട്ടുരാജ്യങ്ങളായി വിഭജിച്ച് കിടക്കുകയായിരുന്നു അല്ലേ. അപ്പോൾ ഓരോ നാട്ടുരാജ്യങ്ങളിലുമായിട്ട് സെപ്പറേറ്റ് കോൺഗ്രസ് സമ്മേളനം വയ്ക്കേണ്ടതില്ല, ഒരേ ഭാഷ സംസാരിക്കുന്നവർക്കിടയിൽ ഒരു കോൺഗ്രസ് സമ്മേളനം മതി എന്നുള്ളതായിരുന്നു ആ തീരുമാനം.
ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ കേരളത്തിൽ ഒരു കോൺഗ്രസ് സമ്മേളനം വെക്കുമ്പോൾ മലബാറിലും കൊച്ചിയിലും തിരുവിതാംകൂറിലുമായിട്ട് സെപ്പറേറ്റ് വെക്കേണ്ടതില്ല. കേരളത്തിൽ ആ ഒരു സെയിം ഭാഷ സംസാരിക്കുന്നവർക്കിടയിൽ ആ ഒരൊറ്റ കോൺഗ്രസ് സമ്മേളനം മതി എന്നതായിരുന്നു 1920 മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിലെടുത്ത തീരുമാനം. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇതിന്റെ ഭാഗമായിട്ട് ആന്ധ്രാപ്രദേശിലെ APCC രൂപീകരിച്ചു, ബീഹാറിൽ BPCC, രാജസ്ഥാനിൽ RPCC, തമിഴ്നാട്ടിൽ TNPCC, അതുപോലെ കേരളത്തിൽ രൂപീകരിച്ച കോൺഗ്രസ് കമ്മിറ്റിയായിരുന്നു KPCC. ഇങ്ങനെ ഓരോ സ്റ്റേറ്റ്സിലും ഒരേ ഭാഷ സംസാരിക്കുന്നവർക്കിടയിലായിട്ട് കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിച്ചു. അതിന്റെ ഭാഗമായി കേരളത്തിൽ വന്നതാണ് KPCC. ഓക്കെ, നമുക്കിനി പഠിക്കാനുള്ളത് പ്രീ ഇൻഡിപെൻഡന്റ് ഇന്ത്യയിൽ കേരളത്തിൽ നടന്ന കോൺഗ്രസ് സമ്മേളനങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു കാര്യം പഠിച്ചിരുന്നു. എന്താണ്? സ്വാതന്ത്ര്യത്തിന് മുമ്പ്, അതായത് പ്രീ ഇൻഡിപെൻഡന്റ് ഇന്ത്യയിൽ മലബാറിൽ നടന്ന കോൺഗ്രസ് സമ്മേളനങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചിരുന്നു. 5 കോൺഗ്രസ് സമ്മേളനങ്ങളെക്കുറിച്ചും നടന്ന സ്ഥലങ്ങളെക്കുറിച്ചും അതിന്റെ പ്രസിഡന്റ് അല്ലെങ്കിൽ അധ്യക്ഷ പദവി വഹിച്ചവരെ കുറിച്ചെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് ഇതുപോലെ തന്നെ പ്രീ ഇൻഡിപെൻഡന്റ് ഇന്ത്യയിൽ കേരളത്തിൽ നടന്ന കോൺഗ്രസ് സമ്മേളനങ്ങളെക്കുറിച്ചാണ്. മലബാറിലല്ല, കേരളത്തിൽ മൊത്തമായിട്ട് നടന്ന കോൺഗ്രസ് സമ്മേളനങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്കിനി KPCC സമ്മേളനങ്ങൾ നമുക്കൊന്ന് നോക്കാം. 1921 ഒറ്റപ്പാലത്ത് വെച്ച് T. പ്രകാശന്റെ അധ്യക്ഷതയിൽ KPCC സമ്മേളനം നടന്നു. അതുപോലെ 1923 പാലക്കാട് വെച്ച് T. പ്രകാശത്തിന്റെ അധ്യക്ഷതയിൽ KPCC സമ്മേളനം നടന്നു. പിന്നീട് നടന്നത് 1927 1927 കോഴിക്കോട് വെച്ച് BG ഹെർണിമാന്റെ അധ്യക്ഷതയിൽ KPCC സമ്മേളനം നടന്നു. അടുത്തത് പറയാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാകുന്നു. 1928 പയ്യന്നൂരിൽ വെച്ച് ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ, ജവഹർലാൽ നെഹ്റുവിന്റെ അധ്യക്ഷതയിൽ KPCC സമ്മേളനം നടന്നിട്ടുണ്ട്. 1928 പയ്യന്നൂരിൽ വെച്ച് ജവഹർലാൽ നെഹ്റുവിന്റെ അധ്യക്ഷതയിൽ KPCC സമ്മേളനം നടന്നിട്ടുണ്ട്. പിന്നീട് 1931 വടകരയിൽ വെച്ച് സെൻകുപ്ത അധ്യക്ഷത വഹിച്ചു. 1932 കോഴിക്കോട് വെച്ച് സാമുവൽ ആറോന്റെ അധ്യക്ഷതയിലും KPCC സമ്മേളനം നടന്നിട്ടുണ്ട്. ഇത് കൃത്യമായി ബൈഹാർട്ട് ചെയ്ത് വയ്ക്കുക. ഓക്കെ.